ഹലോ, അപ്പോൾ ഇന്ന് തൊട്ട് ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുഞ്ഞു ദിവസം, ഇന്നത്തെ ദിവസത്തെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഇന്നലത്തെ ഒരു ഇത് കാണിക്കാം കേട്ടോ. ഇന്നലത്തെ കുറച്ച് വീഡിയോയുടെ ഒരു പോർഷൻ, പിന്നെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെയൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ പിന്നെ എന്നൊക്കെ പറയുമ്പോൾ എല്ലാ അച്ചടി ഭാഷയൊക്കെ ആയിപ്പോയി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. എങ്ങനെയാണ് എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വിശേഷം എന്ന് പറഞ്ഞില്ലേ, അതിലോട്ട് നമുക്ക് ആദ്യം പോവാം. ഇന്നലെ എൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ ഇരുന്നു കേട്ടോ. ഭയങ്കര ആഘോഷമൊന്നുമില്ലായിരുന്നു. ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ച് മുറിച്ച്. ഇന്നലത്തെ ബർത്ത്ഡേക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ സഹോദരൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 10ാമത്തെ വർഷമാണ്. ഇത്രയും വർഷമായെങ്കിലും ഇതുവരെയും അവർ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. അതായത് ചേട്ടൻ ഗൾഫിലായിരുന്നു, അപ്പോൾ ഇവരടുത്തുണ്ടായിരുന്നതേ ഇല്ല. അപ്പോൾ ഇപ്രാവശ്യം ചേട്ടൻ ചെറുതായിട്ടൊക്കെ ഒരു കേക്കൊക്കെ വാങ്ങി. വേറെ ആരും ഇല്ലായിരുന്നു, ചേട്ടനും ചേട്ടത്തിയും പിള്ളേരും ഞാനും ശിവയും മാമാട്ടും ഇത്രേനെ. പിന്നെ ഇന്നലെ പിന്നെ നമ്മൾ ചിന്നു വന്നു. ചിന്നുവിൻ്റെ അപ്പൂപ്പൻ്റെ ആണ്ടായിരുന്നു. അങ്ങനെ തന്നെ അവളെ പോയി അവളമ്മ ഇവിടെ നിന്നാണ് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചുകൊണ്ടൊക്കെ വന്ന് അവൾ ഇന്നലെ വന്നായിരുന്നു. നല്ല സന്തോഷമായിരുന്നു എല്ലാവരും കൂടെയൊക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. ശിവയ്ക്ക് പനിയാണെന്ന് പറഞ്ഞില്ലായിരുന്ന, ശിവയ്ക്ക് പനി അങ്ങനെ നല്ല കുറവൊന്നുമില്ല. ശിവ രാവിലെ കഞ്ഞി കുടിക്കുകയാണ്. ഗൂയിസ് അതാ മാമാട്ടി. ഹായ് ഹലോ. അപ്പം ഇന്നാണ് ചീനമ്മയുടെ ബർത്ത്ഡേ. ജൂൺ 26 കേട്ടോ ബർത്ത്ഡേ. പക്ഷേ ഞാനിപ്പോൾ ജൂൺ 29 വീഡിയോ അപ്ലോഡ് ചെയ്യണത്. ചീനമ്മ ജോലിക്കൊക്കെ പോയിട്ടൊക്കെ വന്നതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട കേക്ക്. അങ്ങനെ പിന്നെ കേക്കൊക്കെ മുറിച്ച് അങ്ങോട്ട് എല്ലാവർക്കും പരസ്പരമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു കൊച്ചു സന്തോഷം അത്രേനെ. അങ്ങനെ പിന്നെ കേക്കൊക്കെ മുറിച്ച് കഴിച്ച് എന്നിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങ് തിരിച്ച് വീട്ടിലോട്ട് വന്നു. വൈകിട്ടായിരുന്നു പരിപാടി. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി ജോലിക്കൊക്കെ പോയിട്ടൊക്കെ വന്നിട്ടാണ് എന്ന് പറഞ്ഞില്ലേ. അത് ഒരു നല്ല സന്തോഷമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം പിന്നെ ഞാനും കുഞ്ഞാറ്റും കൂടെ ഗ്യാസൊക്കെ എടുക്കാനൊക്കെ പോയി. അങ്ങനെ ഗ്യാസ് എടുക്കാൻ പോയിട്ട് ഇങ്ങനെ കാണിക്കണം 18 പടിയൊക്കെ ചുമന്ന കുന്നിൻ്റെ മണ്ടയെ കൊണ്ടുവന്നിട്ട് തളർന്ന് ഗായസ് എന്ന് പറയണം. അപ്പൂസൊന്ന് ടാറ്റ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞാറ്റയൊക്കെ മുകളിൽ അവരെ വീട്ടിൽ കയറി പോയി. പിന്നെ എന്നിട്ട് ഞാൻ ശിവയും മാമാട്ടിയും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഗ്യാസ് എടുത്തോളൂ, ഇനി എല്ലാം ഒന്നിന്ന് ചെയ്യണ്ടേ എന്നുള്ളതിലങ്ങനെ ഇരിക്കുകയാണ്. അപ്പം മക്കൾ വന്നിങ്ങനെ ഇതൊക്കെ കാണിക്കണം, ഒരു വേലയൊക്കെ കാണിക്കണം, അവരുടെ കുഞ്ഞ് സന്തോഷം. അങ്ങനെയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നീടായപ്പോൾ ചിന്നുവും കുഞ്ഞാറ്റയും കൂടെയൊക്കെ വന്ന് അവർ വന്ന് നമ്മളിങ്ങനെ കുറേ സിനിമകളൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. സിനിമ ഇങ്ങനെ കുറേ ആൽബം സോങ്സ്, റൊമാൻറ്റിക് സോങ്സ് അതൊക്കെ കാണും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നീടായപ്പോൾ ഒരു മുട്ട പൊരിച്ച് മേടിച്ചു. ഈ മുട്ട എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ഓട്സും തക്കാളിക്കയും സവോളയും പച്ചമുളകൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പിന്നെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.